ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാതെയാണ് അദ്ദേഹം ഭൂമിയുടെ അളവ് കണക്കാക്കിയത്. സാറ്റലൈറ്റുകളില്ല, GPS ഇല്ല, ആധുനിക ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഗണിതവും നിഴലുകളും മാത്രം. അദ്ദേഹത്തിന്റെ പേരാണ് അൽബെറൂണി. 973 CE, അതായത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മറ്റുള്ളവർ ഭൂമിയെക്കുറിച്ച് വെറും അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അൽബെറൂണി ഒരു ശക്തമായ ചോദ്യം ചോദിച്ചു. ഭൂമിയുടെ യഥാർത്ഥ വലിപ്പം കണ്ടെത്താൻ കഴിയുമോ? അദ്ദേഹം ഒരു മല കയറി. ആദ്യം സാധാരണ ജോമെട്രി ഉപയോഗിച്ച് ആ മലയുടെ ഉയരം കണക്കാക്കി. ശേഷം മലമുകളിൽ നിന്ന് അദ്ദേഹം ദൂരെയുള്ള ഹൊറൈസണിലേക്ക് നോക്കി. അവിടെ നിന്നും ഭൂമി എത്ര വളഞ്ഞതായി കാണുന്നുവെന്ന് അദ്ദേഹം കണക്കാക്കി. ട്രിഗണോമെട്രി എന്ന ഗണിത രീതി ഉപയോഗിച്ച് ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഭൂമിയുടെ അർത്ഥവ്യാസം കണക്കാക്കി. അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്: അൽബെറൂണി ഭൂമിയുടെ അർത്ഥവ്യാസം ഏകദേശം 6339 കിലോമീറ്റർ ആണെന്ന് കണക്കാക്കി. ആധുനിക ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ അർത്ഥവ്യാസം ഏകദേശം 6371 കിലോമീറ്റർ ആണെന്നാണ്. അതായത് പിശക് 1% താഴെ മാത്രം. ടെലിസ്കോപ്പുകളില്ല, സാറ്റലൈറ്റുകളില്ല, കമ്പ്യൂട്ടറുകളില്ല. പക്ഷേ അൽബെറൂണി ഒരു കണ്ടെത്തലിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം പിന്നീട് ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഗ്രന്ഥങ്ങൾ എഴുതി. ഇന്ന് നാം ഭൂമിയെ മനസ്സിലാക്കാൻ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ അതിനുമേറെ മുമ്പ് ഒരാൾ ഗണിതവും നിഴലുകളും ഉപയോഗിച്ച് ഭൂമിയെ അളന്നിരുന്നു. ചിലർ ലോകത്തെ നോക്കി അത്ഭുതപ്പെടും. അൽബെറൂണി ലോകത്തെ നോക്കി കണക്ക് കൂട്ടി. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.